ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിൽ 2022-23 അധ്യയന വർഷത്തെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ആദ്യത്തെ 15 മിനിറ്റ് പ്രവർത്തനങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ദെൻ എന്താണ്? 6 ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സംഖ്യ കണ്ടെത്താം. ചുവടെയുള്ള ചിത്രത്തിലെ സംഖ്യകൾ ഉപയോഗിച്ച് നീതു പുതിയ സംഖ്യകൾ കണ്ടെത്തുകയാണ്. അതിനായി ആദ്യം ഒരു സംഖ്യയ്ക്ക് എതിരെയുള്ള കളത്തിലെ സംഖ്യയുമായുള്ള വ്യത്യാസം കണ്ടെത്തണം. നോക്കൂ, നമുക്ക് നൽകിയിരിക്കും. നോക്കൂ, 4030 മൈനസ് 3000. ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഇത് 1030 ആണല്ലേ. ദെൻ 5520, അതിനെതിരെയുള്ള സംഖ്യ ഏതാണ്? യെസ്, നമുക്കറിയാം 2495 ആണ്. അപ്പോൾ 5520 മൈനസ് 2495, ആൻസർ എത്രയാണ് കിട്ടുന്നത്? അതെ, 3025. ദെൻ സി ഏതായിരിക്കും? യെസ്, 2700-ഉം 1200-ഉം അല്ലേ. സംഖ്യകളല്ലേ ഇതല്ലേ വരുന്നത്, എതിരായിട്ട് വരുന്നത്. ഇനി ബാക്കി 2 സംഖ്യകൾ ഇതല്ലേ ഉള്ളത്, 2700-ഉം 1200-ഉം. അപ്പോൾ 2700 മൈനസ് 1200 എത്രയാണ്? അതെ, 1500 ആണല്ലേ. ദെൻ ഇപ്പോൾ നീതുവിന് 3 പുതിയ സംഖ്യകൾ കിട്ടി. ഇവിടെ കിട്ടിയ സംഖ്യകളുടെ തുക കണ്ടെത്തി താഴെ എഴുതുക. ഇപ്പോൾ നീതുവിന് കിട്ടിയ 3 പുതിയ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇത് 1030-ഉം 3025-ഉം 1500-ഉം. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ നമ്മളോട് കൂട്ടി തുക കണ്ടെത്തി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 സംഖ്യകളും കൂടി കൂട്ടി നോക്കൂ. സംഖ്യകളുടെ തുക എത്രയാണ് കിട്ടുന്നത്? അതെ, 5555. ഓക്കെ, then നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ചതുരവും ത്രികോണവും. വീണ്ടും ചതുരാകൃതിയിലുള്ളൊരു പേപ്പർ മുറിച്ച് 2 ത്രികോണങ്ങളാക്കിയത് നോക്കൂ. താഴെ നമുക്ക് നൽകിയിട്ടുണ്ട് ചിത്രം. നോക്കൂ, ചതുരാകൃതിയുള്ളൊരു പേപ്പർ നടുവിൽ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ എന്തായി? 2 ത്രികോണങ്ങൾ കിട്ടിയല്ലേ. ആ 2 ത്രികോണങ്ങൾ ചേർത്ത് വലിയൊരു ത്രികോണം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കിട്ടിയ 2 ത്രികോണങ്ങളും ചേർത്തിട്ട് എന്ത് ചെയ്യാണ്? വലിയൊരു ത്രികോണം ഉണ്ടാക്കുകയാണ്. ഈ വലിയ ത്രികോണത്തിൻ്റെ മറ്റ് അളവുകൾ എഴുതി ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് അളവുകൾ നമുക്ക് എളുപ്പമല്ലേ ഇവിടെ മുകളിൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് അളവുകൾ വരുന്നത്? 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും അല്ലേ വരുന്നത്. ഇനി ഈ വലിയ ത്രികോണത്തിൻ്റെ മറ്റു അളവുകൾ എഴുതി ചുറ്റളവ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂട്ടി നോക്കാം. 3 + 3 + 5 + 5 എത്രയാണ് കിട്ടുന്നത്? വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം 3 + 3 + 5 + 5 എത്രയാണ് ആൻസർ? അതെ, 16 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ തീപ്പെട്ടി കമ്പുകൾ ചേർത്ത് വെച്ച് ത്രികോണങ്ങൾ ഉണ്ടാക്കിയത് നോക്കൂ. നമുക്കറിയാം ആദ്യത്തെ ത്രികോണത്തിൽ എത്ര തീപ്പെട്ടി കമ്പുകളാണുള്ളത്? 3 എണ്ണം അല്ലേ. ദെൻ നെക്സ്റ്റ് 5. ദെൻ എത്ര എണ്ണമാണുള്ളത്? അതെ, 7 ആണല്ലേ. നോക്കൂ, നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യം എന്താണ്? അടുത്ത രൂപം നിർമ്മിക്കാൻ എത്ര തീപ്പെട്ടി കമ്പുകൾ കൂടി വേണം? നമുക്കറിയാം എത്ര എണ്ണം കൂടി വേണ്ടി വരും? അതെ, 9. ആൻസർ എത്രയാണ്? 9. ദെൻ ചിത്രത്തിലെ ആകെ എത്ര സമചതുരങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എണ്ണി നോക്കൂ. 1 2 3 4. യെസ്, 5 അല്ലേ. ദെൻ ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? യെസ്, 1 2 3 4 5 6 7. ദെൻ 8. യെസ്, 9 അല്ലേ. എത്ര എണ്ണമാണുള്ളത്? 9. ദെൻ നമുക്ക് പ്രവർത്തനം 3 നോക്കാം. കോഴിയും കുഞ്ഞുങ്ങളും. അമലിൻ്റെ കോഴി ഫാമിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. ഒരു കോഴിക്കുഞ്ഞിന് 60 രൂപയാണ് വില. 125 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ആകെ എത്ര രൂപയായി? നമുക്കത് എങ്ങനെ കണ്ടെത്താം? അതെ, 125 × 60 അല്ലേ. 125 × 60 എത്രയാണ്? അതെ, 7500. ദെൻ കോഴികൾ വളർന്നു വലുതായി. അതിൽ 25 എണ്ണം പൂവൻ കോഴികളായിരുന്നു. അപ്പോൾ ബാക്കി പിടക്കോഴികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആകെ എത്ര കോഴികളാണുള്ളത്? 125 എണ്ണം അല്ലേ. അതിൽ 25 എണ്ണം പൂവൻ കോഴിയാണ്. ബാക്കി എത്ര പിടക്കോഴികൾ ഉണ്ടാവുന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ബാക്കി എത്രയാവും പിടക്കോഴികളുടെ എണ്ണം? 125 - 25 കണ്ടെത്തിയാൽ മതിയല്ലോ നമുക്ക്. എത്രയാണ് പിടക്കോഴികളുടെ എണ്ണം? അതെ, 100. ദെൻ പൂവൻ കോഴികൾ ഓരോന്നിനും 250 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപ കിട്ടി?
നമുക്കറിയാം ആകെ എത്ര പൂവൻ കോഴികളാണുള്ളത്. അത് 25 പൂവൻ കോഴിയാണുള്ളത്. ഓരോന്നിനും എത്ര രൂപയാണ്? 250 രൂപ. അപ്പോൾ ആകെ എത്ര രൂപയെന്ന് കണ്ടെത്താൻ അത് 250 × 25 ഗുണിച്ച് നോക്കിയാൽ മതിയല്ലേ. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 6250. നാലാമത്തെ പ്രവർത്തനം നോക്കാം. ഷിമയുടെ സൈക്കിൾ. ഷിമയ്ക്ക് പിറന്നാളിന് അച്ഛൻ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അതിൻ്റെ വില 5455 രൂപയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ സൈക്കിൾ വിറ്റു. വാങ്ങിയ വിലയിൽ നിന്ന് 3100 രൂപ കുറച്ചാണ് വിറ്റത്. ഷിമയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാങ്ങിയ വില എത്രയാണ്? 5455. വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? 3100. അപ്പോൾ സൈക്കിൾ വിറ്റപ്പോൾ എത്ര രൂപയാണ് അവൾക്ക് കിട്ടിയത്? യെസ്, 5455 നിന്ന് 3100 കുറച്ച് നോക്കിയാൽ മതിയല്ലേ. എത്രയാണ് കിട്ടിയത്? അത് 2355 രൂപ. പുതിയ സൈക്കിൾ വാങ്ങാൻ അച്ഛൻ 4350 രൂപ കൂടി കൊടുത്തു. അവളുടെ കൈവശം ഇപ്പോൾ എത്ര രൂപയുണ്ട്? ബാക്കി എത്ര രൂപയാണ് ഷിമയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ എത്ര രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2355. അപ്പം അച്ഛൻ കൊടുത്തത് എത്രയാണ്? 4350. അപ്പോൾ ആകെ കണ്ടെത്താൻ അതെ 4350 പ്ലസ് 2355 എത്രയാണ് ആൻസർ? 6705. സി ക്വസ്റ്റ്യൻ നോക്കാം. പുതിയ സൈക്കിളിന് 7340 രൂപയാണ് വില. പുതിയ സൈക്കിൾ വാങ്ങാൻ എത്ര രൂപ കൂടി വേണം? നമുക്കറിയാം അപ്പോൾ ആകെ എത്ര രൂപയാണ് കയ്യിലുള്ളത്? 6705 ആണല്ലേ. പുതിയ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 7340 രൂപയാണ്. അപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങാൻ എത്ര രൂപ കൂടി വേണമെന്ന് കണ്ടെത്താൻ അത് 7340 നിന്ന് 6705 കുറച്ച് നോക്കിയാൽ മതിയല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 635. അപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങാൻ എത്ര രൂപ കൂടി വേണം? അതെ, 635 രൂപ. പ്രവർത്തനം 5 ജൈവവേലി. സ്കൂളിൽ നിന്നും പച്ചക്കറി വിത്തുകൾ കിട്ടി. മരിയയും അനസും അടുക്കളത്തോട്ടം ഒരുക്കാൻ തീരുമാനിച്ചു. സ്ഥലത്തിൻ്റെ പകുതി ഭാഗത്ത് ചീരയും മറ്റേ പകുതിയിൽ വെണ്ടയുമാണ് രണ്ടുപേരും നടുന്നത്. പച്ചക്കറി നടുന്ന സ്ഥലത്തിനു ചുറ്റും ജൈവവേലി കെട്ടണം. മരിയയ്ക്ക് എത്ര മീറ്റർ ജൈവവേലി കെട്ടേണ്ടി വരും? മരിയയ്ക്ക് എത്ര മീറ്റർ ആയിരിക്കും? യെസ്, എത്ര മീറ്റർ ആയിരിക്കും കൂട്ടുകാരെ? മരിയയുടെ സ്ഥലം കൊടുത്തിരിക്കുന്നു നോക്കൂ. 2ഉം അപ്പോൾ തന്നെ എല്ലാം തമ്മിൽ കൂട്ടി നോക്കിയാൽ എല്ലാ വശങ്ങളും കൂടി കൂട്ടി നോക്കിയാൽ മതിയല്ലോ ജൈവവേലി കെട്ടാൻ എത്ര മീറ്റർ വേണ്ടി വരും എന്ന് കണ്ടെത്താൻ. ഓരോന്നായി നമുക്ക് കൂട്ടി നോക്കാം. 8 + 8 + 8 + 8 + 2 + 2 + 2 അല്ലേ. 38 മീറ്റർ അല്ലേ. അനസിന് എത്ര മീറ്റർ ജൈവവേലി കെട്ടേണ്ടി വരും? 8 + 8 + 8 + 2 + 2 + 2 + 2 അല്ലേ. അപ്പോൾ എത്രയാണ്? യെസ്, 32 സെൻറ്റിമീറ്റർ. ആർക്കാണ് കൂടുതൽ ജൈവവേലി ആവശ്യമായി വന്നത്? എത്ര കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. മരിയയ്ക്കല്ലേ. മരിയയ്ക്ക് എത്രയാണ്? 6 മീറ്റർ കൂടുതലായി വന്നു അല്ലേ. അതായത് 38 നിന്ന് 32 കുറച്ചാൽ യെസ് 6. അപ്പോൾ എത്ര മീറ്ററാണ് കൂടുതലായി വന്നത്? 6. പ്രവർത്തനം 6 നോക്കാം. വാർഷികാഘോഷം. ഗാന്ധി ക്ലബിൻ്റെ വാർഷിക ആഘോഷത്തിന് ഗ്രാമത്തിലെ പ്രതിഭകളായ കുട്ടികൾക്ക് സമ്മാനം നൽകാൻ തീരുമാനിച്ചു. പെൻസിൽ, ബോക്സ്, നോട്ട്ബുക്ക്, പുസ്തകങ്ങൾ എന്നിവയാണ് സമ്മാനമായി നൽകേണ്ടത്. ഇവ വാങ്ങാനായി ക്ലബിലെ 86 അംഗങ്ങളും 100 രൂപ വീതം നൽകി. അംഗങ്ങളിൽ നിന്നും പിരിച്ചു കിട്ടിയ തുക എത്രയാണ്? എങ്ങനെ കണ്ടെത്തും? അതെ, 100 × 86. എത്രയാണ് ആൻസർ? 8600. 50 കുട്ടികൾക്ക് 25 രൂപയുടെ പെൻസിൽ ബോക്സും 25 രൂപയുടെ പെൻസിൽ ബോക്സും 35 രൂപയുടെ നോട്ട് ബുക്കും നൽകി. ഇതിന് ആകെ എത്ര രൂപ ചിലവാകും?
50 കുട്ടികൾക്ക് 25 രൂപയുടെ പെൻസിലല്ലേ, അപ്പോൾ എത്രയായി? 50 × 25 1250. ദെൻ 35 രൂപയുടെ നോട്ട് ബുക്കും എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ 50 × 35 എത്രയാണ്? 1750. ഇനി ആകെ കണ്ടെത്താമല്ലോ. 1250 + 1750 എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 3000 ആണല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 കുട്ടികൾക്ക് 125 രൂപ വിലയുള്ള പുസ്തകങ്ങൾ വീതം നൽകണം. അതിന് ആകെ എത്ര രൂപ ചെലവാകും? 25 കുട്ടികളല്ലേ ഉള്ളത്, 125 രൂപ വിലയുമുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? അതെ, 125 × 25. അപ്പോൾ ആകെ എത്ര രൂപ ചിലവാകുമെന്ന് നമുക്ക് കിട്ടുമല്ലോ. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 3125. ദെൻ സമ്മാനം നൽകാൻ ആകെ എത്ര രൂപ ചിലവാകും? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയല്ലേ. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3000 + 3125. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 6125 അല്ലേ. ഓക്കെ, അങ്ങനെ കൂട്ടുകാരി ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.